പിന്നല്ല, നിനക്ക് പറഞ്ഞാൽ മതി, 5 വർഷമായി. ഇനി നാട്ടിൽ പോയിട്ട് വേണം എൻ്റെ ഇഷ്ടം മാമാവോട് പറയാൻ. ഓ അമ്മാവോടെ തമ്പിരാനേ ആവാ, ഓ അപ്പാവും അമ്മാവും ഓ ഇഷ്ടത്തേക്ക് ഓക്കെ ചൊല്ലിടുമോ? അതൊക്കെ ഓക്കെ പറയും, നീ ഒന്ന് പോയി മനുഷ്യൻ എഴുതിക്കാതെ. ബട്ട് എനിക്ക് വേറൊരു സന്ദേഹം, ഉനക്കും മാമാവുക്കും ரொம்ப ഏജ് ഡിഫറൻസ് இருக்குமே, ഉമ്മാവ ഒന്ന് എപ്പടി? നീ ഒന്ന് പോയി ഓരോന്ന് പറഞ്ഞ മനുഷ്യനെ വെറുതെ. ഞങ്ങൾ രണ്ടാളും ഒരു 15 വയസ്സ് ഡിഫറൻസ് അല്ലേ ഉള്ളൂ, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ബട്ട് മാമാവക്ക് അത് പ്രോബ്ലം താനേ. അതൊക്കെ ഞാൻ നാട്ടിൽ പോയിട്ട് മാറ്റിക്കോളാം. എൻ്റെ അമ്മ തമിഴ്നാട്ടുകാരി ആയതുകൊണ്ടേ മാമാവൻ കല്യാണം കഴിക്കുന്നതിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അച്ഛനും ബ്രോയുമാണ് പ്രശ്നം. അതൊക്കെ ഞാൻ അവിടെ പോയിട്ട് റെഡിയാക്കിക്കോളാം. അപ്പോൾ മാമാവ് നീ എപ്പോഴും സമ്മാനിക്ക പോറേ? അതൊക്കെ ഞാൻ റെഡിയാക്കും. മാമാവക്ക് നെഹ്റുമ്പ് കുളിക്കും, ചിന്ന വയസ്സിലെ അവർക്ക് ഞാൻ എല്ലാമേ. ബട്ട് എനിക്ക് തോന്നലേ അവനെ ഏത്തിപ്പേന്ന് എനിക്ക് തിരിച്ചെടുക്കും. മാമാവനെ കുളതമായതാ പാക്കറേ. ഷോ നീ ഞാൻ നെഗറ്റീവ് വിളിക്കാതെ, അതൊക്കെ എന്നെ കണ്ട മാറിക്കോളും. എന്നെ 18 വയസ്സിലല്ലേ കണ്ടത്, അന്ന് എന്ത് ഫീലിങ്സ് തോന്നാനാ? ഇനി ചെന്നിട്ട് വേണം എൻ്റെ മാമാവെ ശരിക്കൊന്ന് കാണാൻ. അയ്യോ എനിക്ക് தெரியாது, നീ അങ്ങ് പോയി എന്നെ പണ്ട പോറേന്ന്. ഞാൻ എൻ്റെ മാമാവെ കിട്ടാനേ പലതും ചെയ്യും. ഈ ഇഷ്ടം ഇന്നൊന്നും തുടങ്ങിയതല്ല, വർഷങ്ങളായി. 18 വയസ്സായപ്പോൾ എൻ്റെ ഫീലിങ്സ് മനസ്സിലായത്. അന്ന് ശരിയാവില്ലാൻ തോന്നിയപ്പോഴാണ് പഠിക്കാനാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് മാമാവോട് എനിക്കിഷ്ടം വെറും ഇൻഫാക്ച്വേഷൻ അല്ല, അത് പ്രണയമാണെന്ന്. ഒരുപാട് ശ്രമിച്ചത് വളർക്കാൻ, ബട്ട് അതെന്നെ കൊണ്ട് കഴിയില്ലെന്ന് മനസ്സിലായി. ഇനി എനിക്ക് എൻ്റെ മാമയുള്ളത് പറ്റില്ലടി. ഗൗരി, എനിക്ക് എന്നെ ഭയമാർക്കടി. മാമോനെ എത്തിക്കണേന്നാ നീ എന്നെ തപ്പ് പണിടാതെടി. ഏയ് കവലപ്പെടാതെ ചെല്ലോ, ഞാൻ ഒന്നും ചെയ്യില്ല. മാമാവെ കൊണ്ട് ഞാൻ എന്നെ ഇഷ്ടപ്പെടിക്കും, നീ പേടിക്കണ്ട. ശരി, എനിക്ക് നമ്മ ഭയമാർക്കടി. ഞാനെന്തായാലും പെട്ടി പാക്കിയാട്ടെ, നാട്ടിൽ പോകാനുള്ളതല്ലേ. കാർത്തി, എവിടെടാ ഹരി? അവനവിടെ അമ്പലക്കുളത്തിലുണ്ടാവും. എന്തേ? ഓ ഈ ചെറുക്കൻ ഇന്ന് ഞാൻ ഇന്നെന്തായാലും ഹരിക്ക് വയറ് നിറയും. ഓ ഇവിടെ ഈ കുരുത്തം കെട്ടവനെ ഇവിടെ കാണാനില്ലല്ലോ. എന്താ ലക്ഷ്മി ഇവിടെ നിൽക്കുന്നത്? ആരെയാ നോക്കുന്നത്? ആ സമയം ഞാൻ ഹരിയെ നോക്കൂ. ആച്ചയ്ക്ക് രാവിലെ പോകുന്നതാ, ഇതുവരെ വന്നിട്ടില്ല. പറമ്പിലെ തേങ്ങ മാർക്കറ്റിൽ കൊണ്ടുവരാൻ പറഞ്ഞ് അരവിന്ദേട്ട് വിളിച്ചിരുന്നു. അവനൊന്ന് വന്നാലും ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവനക്ക് നല്ല അടി കിട്ടാത്തതിന് കുറവാ. ശരിയാ, നല്ല അടി മേടിച്ചു കൊടുക്ക്. അവന് തീരെ അനുസരണയില്ല. ഓ നീ ഇത്ര പറയാനൊന്നുമില്ല, നീയും കണക്കാ. നിനക്ക് പിന്നെ നിന്റെ കെട്ടിടത്ത് നിന്ന് നല്ലോണം കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. അവനാണെങ്കിൽ അതുമില്ല. അല്ല ലക്ഷ്മി, ഹരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണ്ടേ? ഇപ്പൊ തന്നെ വയസ്സ് 38 ഇനി എന്താ ഇങ്ങനെ? ഇവൻ അവനേക്കാൾ ഇളയതല്ലേ, ഇവനെ പോലെ ഒരു കൂട്ട് അവന് വേണ്ടേ? എന്ത് ചെയ്യാനും സമയം പറയാഞ്ഞിട്ടല്ല, കേൾക്കുന്നില്ല. അവനിങ്ങനെ ബ്രഹ്മചാരിയെ നടക്കാനാണ് ഇഷ്ടം. എത്ര ആലോചന കൊണ്ടുവന്നതാ, അവൻ സമ്മതിച്ചാലല്ലേ. ഇനി അവന് തോന്നുമ്പോ കെട്ടട്ടെ, അല്ലാതെ എനിക്ക് വയ്യ അവന്റെ പുറകെ ഇങ്ങനെ നടക്കല്. എല്ലാം ശരിയാവും. അവന് വേണ്ടി ജനിച്ചപ്പോൾ ഇപ്പോഴും അവന്റെ മുന്നിലെത്തി കാണില്ല, അതാവും. അങ്ങനെ സമാധാനിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? ദേ അമ്മേ, അരി മുങ്ങി. എന്നടിയപ്പ എന്നെ ഇപ്പടി പാക്കറേ. ഇവിടെ നേരം തണ്ണിക്കൂടെ എന്നടാ പറഞ്ഞിട്ടിരുന്നേ. എന്നോട് അറിയതേട്ടോ മാർക്കറ്റിലേക്ക് ചെല്ലാൻ പറഞ്ഞതല്ലേ. അങ്ങനെ അവിടെ നിന്നെയും കാത്ത് നിൽക്കുക. നീ ആണെങ്കിൽ ഇവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. സോറി അക്ക, ഞാൻ മറന്നു പോച്ചു, മன்னிச்சிரு. ഞാൻ അതോ സീക്രമ മാർക്കറ്റിലേക്ക് താൻ കളമ്പേ. എന്താ ഹരി, ഇത്ര നാളായിട്ടും ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോഴും തമിഴിനെയാണ് വരുന്നത്? അയ്യോ അങ്ങനെയൊന്നുമില്ല സ്വാമി, തമിഴ് പറഞ്ഞ് ക്ഷീണിച്ചു, അതാ. എന്ത് ചെയ്യാനാ, ആരെന്ത് പറഞ്ഞാലും ആദ്യം തമിഴ് കയറി വരും. എന്നെ പൊന്നു സ്വാമി, ഈ 2 തമിഴ്മാർക്കിടയിൽപ്പെട്ട് ഞാൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഇത്ര കാലമായിട്ടും എനിക്ക് ഇവർ പറയുന്ന തമിഴ് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒന്ന് പോടാ, മോനാണെന്ന് നോക്കില്ല ഞാൻ സെഞ്ചുറി. അയ്യോ വേണ്ട, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ, പൂച്ച തുടങ്ങാൻ സമയമായി. ശരി തന്നെ. ഹരി നീ പോവാൻ നോക്ക്, ഞാൻ ഇവന്റെ കൂടെ വീട്ടിലേക്ക് പോകണം. ഹരി, നാളെ പോരി വരും, നീ ഇരുന്ന് കൊണ്ടുവരാൻ. നിന്റെ ചെല്ല കുട്ടിയല്ലേ.
ആഹാ, നമുക്ക് നമ്മളേക്ക് ഓർമ്മ ഉണ്ടോ? എന്താണ് ഇപ്പൊ വരുന്നത്? ഇത്ര കാലം വരെ മാത്രമുള്ളായിരുന്നല്ലോ. അതിനെങ്ങനെ എല്ലാത്തിനും കൂട്ടി നിൽക്കാനേ ഇവനും അരവിന്ദേട്ടനും അല്ലേ? ഞാൻ എതുക്ക് വരണം? ഞാനില്ല. ഇത്ര നാളാകെ എനിക്ക് ഒരു കോഴിക്കോട് കണ്ടില്ല. ഞാൻ വന്നിട്ട് ബസ്സുമാട്ട് നീ തനിയെ പോയാൽ പോലും. ഓ ശരി, ഞാൻ വെക്കോളാം. ഇപ്പോൾ നീ ഇങ്ങനെയൊക്കെ പറയും. അവൾ വന്ന് മാമാന്ന് വിളിച്ചാലേ അറിയാനുള്ളതല്ലേ. എത്ര കേട്ടിരിക്കുന്നു ഞാൻ. അടിശരി പാലെ പോടാ, പോയി വേല പാറ്. വെറുതെ അവൻ്റെ അടുത്ത് തല്ലുകൊള്ളാതെ പോവാൻ നോക്കുന്നു. ഓ ശരി, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും ഒറ്റപ്പെട്ട യാവൻ ഞാൻ. നീ പോകുന്നില്ലടാ അവളെ കൊണ്ടുവരാന്. 5 വർഷമായില്ലേ അവള് പോയിട്ട്. ആകെ മാറിക്കാണും. അവള് വന്നിട്ട് വേണം നല്ലൊരു ആലോചന നോക്കാൻ. ഇല്ലക്ക, ഞാൻ പോണില്ല. അവള് വന്നാലും കാണാലോ. ഞാൻ എന്തായാലും മാർക്കറ്റിൽ പോവാണ്. അക്ക അവൻ കൂടെ പൊക്കോ. അവൻ്റെ ഈ മനസ്സ് മാറി അവനൊരു കല്യാണം കഴിക്കണേ. എൻ്റെ കുഞ്ഞ് ഞാട്ടുതടി നടക്കുന്നത് കാണാൻ വയ്യ. എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണം ഭഗവാനെ. ഓയ് അണ്ണാ, ഒരു പെണ്ണെ, എന്ത് വേഷാണിത്? നിന്റെ അമ്മ കണ്ടാ നിന്നെ കൊല്ലും. എന്റെ ഭഗവാനേ. என்னண்ணா இதுதானே ஃபேஷன். நான் பெங்களூரில் ஷார்ட் டாப்ஸ் தான் யூஸ் பண்ணிட்டு இருந்தேன். ഓ എന്റെ പൊന്നു കൊച്ചി, നിനക്ക് നല്ലോണം മലയാളം അറിയാലോ. പിന്നെ എന്തിനാ ഈ തമിഴ്? എനിക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. ഓ സോറി ബ്രോ, നമുക്ക് പോവാം. എല്ലാവരെയും കാണാൻ കൊതിയായി. നിനക്ക് ഈ വേഷത്തിൽ നിന്നെ കണ്ടാലേ അവിടെ എന്താ ഉണ്ടാവാന്ന് എനിക്കറിയില്ല. ഡോൺ വറി ബ്രോ, അതെ ഞാൻ മാനേജ് ചെയ്തോളാം. ചിൽ ബ്രോ. അല്ല, മാമ വന്നില്ലേ കൂടെ? ഞാൻ വരുന്നത് അറിഞ്ഞിട്ടില്ലേ? അറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ നിന്നോട് പിണക്കത്തില്ല. നീ പോയിട്ടൊന്ന് വിളിച്ചിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാ. അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. അല്ല, മാമ എന്നിട്ട് കല്യാണമൊക്കെ നോക്കുന്നുണ്ടോ? അമ്മ നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഹരി സമ്മതിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല അവൻ കെട്ടുമെന്ന്. ആണോ? ഞാൻ വന്നില്ലേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. എന്ത് നോക്കിക്കോളാന്ന്? അല്ല, അങ്കിളിൻ്റെ കല്യാണം. അതെ, ഞാൻ സംസാരിക്കാം. ഞാൻ പറഞ്ഞാലേ അങ്കിളിനെ അങ്ങനെയൊന്നും തട്ടിക്കളയാൻ പറ്റില്ല. ചെല്ല് നീ അതും പറഞ്ഞിട്ട്. കണക്കിന് കിട്ടും നിനക്ക്. ഓ നോക്കാലോ. മാമ, ഞാൻ ഇത്ര കാലം കാത്തിരുന്ന ഈ നിമിഷത്തിന് വേണ്ടിയാ. Finally, I am going to meet you. After 5 years, I will definitely make you mine. സുഖല്ലേ നിങ്ങൾക്ക്? ആടക്കടവുളെ, എന്നടി ഉനക്ക് ഇവളോ ഗ്ലാമർ. യോ നീ അമ്മ, അത് മറന്നിടാതെ ഒന്ന് പോടി. അല്ല, എന്ത് വേഷാടി ഇത്? കുട്ടിയുടുപ്പോ? എന്നെ പൊന്നിലെ ചൂസേ, ഇതാണ് അവിടുത്തെ ഏറ്റവും ഇറക്കുള്ള ഡ്രസ്സ്. ഇനിയുള്ളതൊക്കെ ഇതിലും ചെറുതാ. മര്യാദക്ക് പോയി ഇത് മാറ്റിക്കോ, കണ്ടാലും മതി. ഓ ചെല്ലോ, കോപപ്പെടാതെ. അല്ല, എങ്കേ അപ്പാവും? അപ്പ പുറത്തു പോയി. ഹരി റൂമിലുണ്ട്. അല്ല, എവിടെ എൻ്റെ നാത്തൂനെ കാണാനില്ലല്ലോ? അവളെ അച്ഛൻ്റെ കൂടെ ഡോക്ടറെ കാണാൻ പോയേക്കുവാ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് അവൾക്ക് നല്ല പനി. ഇവൻ നിന്നെ കൊണ്ടുവരാൻ പോകുന്നില്ലേ, അപ്പോൾ പിന്നെ അവൾ അച്ഛൻ്റെ കൂടെ പോയി. ഓ അപ്പടിയാ, എന്നാ ഞാൻ മാമാവെ കാത്തു വരാം. നീ അങ്ങോട്ട് ചെല്ലും, അവൻ നിന്നോട് കണക്കത്തില്ല. ടോൺ വെളിയമ്മ, അതൊക്കെ ഞാൻ മാറ്റിക്കോളാം. അത് ശരിയാ, നിന്നോളം അവന് വേറെ ആർക്കും അറിയില്ല. നീ അവൻ്റെ ചെല്ലപ്പെണ്ണല്ലേ.
പറയേണ്ടതായിരുന്നു. കടവുളി എനിക്ക് കൺട്രോൾ തന്നിട്ട്. എന്നടിയത് എന്നെ ഡ്രസ് ഇത്. ഹേ ഗൗരിമ, നീ എന്നെ യോസിച്ചിട്ടിരിക്കു. ഹേ മാമ, നീ ரொம்ப ഹാൻസം ആർക്ക്. ഒന്ന് പോടി, എനിക്ക് 38 വയസ്സായി, എന്നിട്ടാണോ ഹാൻസം? അതൊക്കെ എന്നെ ഒന്ന് பார்த்தா എനിക്ക് വയസ്സായ പോലെയാ തോന്നുന്നത്. പോടി, പോയി ഡ്രസ് ചേഞ്ച് ചെയ്യും. ஏ மாமா கோமா இருக்கா? அம்மா சொல்லிருச்சு நீ என் மேலே கோமா இருக்கேன்னு. ஏ மாமா சொல்லு. கௌரி, நீ என்ன இப்படி கிட்ட வந்து பேசுற? தள்ளி நில்லு. ஏ மாமா, நான் கிட்ட வரக்கூடாதா? ஆனா இப்படி க்ளோஸா வராது. ஏ மாமா, நான் இதுக்கு முன்னாலே இத்தனை க்ளோஸா நின்றுட்டല്ലോ, പിന്നെന്താ? அந்த மாதிரி இப்போ நிற்க கூடாது. அന്ന് நீ சின்ன பொண்ணு, இப்போ நீ பெரிய பொண்ணாயிட்டு. தள்ளி நில்லு. நான் വലിയ പെണ്ണായോ? ഏ മാമാ, உனக்கு என்ன பார்த்தா ஏதாச்சும்? என்ன நீ என்ன சொல்ற? எனக்கு உண்மையில கோவம் கிடையாது. தள்ளி நில்லு. ஓ அப்படியா? ஓகே. பட் எனக்கு மாமா பார்த்ததுக்கு அப்புறம் என்னென்னமோ தோணுது. என்ன சொல்லிட்டு இருக்கே நீ? நீ போய் இந்த ட்ரெஸ் சேஞ்ச் பண்ணு, எனக்கு கொஞ்சம் வேலையா இருக்கு. அப்படியா? சரி. கடவுளே, இவ என்ன இப்படி பேசுறேன்? என் நெஞ்சு இப்படி இருக்குது. அவன் என் பக்கம் வந்தப்போ எனக்கு என்னென்னமோ ஆகுது. கடவுளே. ഓ എൻ്റെ പൊന്നു മാമ, എന്ത് ഗ്ലാമറാണ് നിങ്ങൾ. ബാംഗ്ലൂരിൽ പോലും ഇതുപോലെ ആരെയും കണ്ടിട്ടില്ല. ഞാൻ അടുത്ത് ചെന്നപ്പോൾ തന്നെ ഒന്ന് ഷോക്കായിട്ടുണ്ട്. സമയമുണ്ടല്ലോ എൻ്റെ മാമ, ഞാൻ നിങ്ങളെ കൊണ്ടേ പോവാം. മോളെവിടെ ലക്ഷ്മി? വന്നിട്ട് കണ്ടില്ല. ഉറങ്ങാണോ? ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലേ? അവളെ ആർക്കും വിളിക്കണം, ഇപ്പൊ വരും. എന്റെ പൊന്നച്ചാ, അവള് നമ്മള് പയ്യ കോരിയൊന്നുമല്ല. ബാംഗ്ലൂരിൽ പോയി മൊത്തത്തിൽ മാറി. ഇപ്പൊ എന്ത് സുന്ദരിയെ കാണാനെന്നോ, ഒരു മദാമയെ പോലും. അവള് കേക്കണ്ട, എന്നൊക്കെ നിലത്തൊന്നും ആവില്ല അവള്. ദേവട്ടാ, നമുക്ക് അവളെ പെട്ടെന്ന് കെട്ടിച്ചുവിടണം. അവളെ കണ്ടിട്ട് പേടിയാവും. ഓരോ ഡ്രസ് ഇടുന്നത് കണ്ട എനിക്ക് തന്നെ നാണം വരും. അതൊക്കെ ഇപ്പൊ ഫാഷനല്ലേ. പിന്നെ അവിടെയൊക്കെ എല്ലാവരും ഇങ്ങനെ തന്നെ നടക്കുന്നത്. പിന്നെ ഇവിടെ വേറെ ആരും കാണാനില്ലല്ലോ. അവളിട്ട് നടന്നോട്ടെ. നീ ഒന്നും പറഞ്ഞ് അതിനെ ദേഷ്യപ്പിടിപ്പിക്കാതിരുന്നാൽ മതി. കറക്റ്റ് ഡാഡി, അങ്ങനെ പറയും. ഇവിടെ ഇങ്ങനെ നടന്നാൽ എന്താ? നിങ്ങൾ കാണാത്തൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ കുറച്ച് വലുതായി, അല്ലാതെ ഒരു മാറ്റവും ഞാൻ അറിഞ്ഞില്ല. ശേ, ഈ പെണ്ണ് ഉള്ള നാളും അവിടെ വെച്ചിട്ടാണ് ഇവിടെ വന്നത്. ഒന്ന് പോകണേ. അച്ഛൻ പറ, ഞാൻ എങ്ങനെയുണ്ട് കാണാനേ? ഇപ്പൊ എന്നെ കണ്ടാലേ ആരായാലും നോക്കിയില്ലേ? എന്റെ മോൾ സുന്ദരിയല്ലേ? അല്ല, ആരാ മോളെ നോക്കുന്നത്? അച്ഛനോട് പറ, ജീവിതകാലം മുഴുവൻ അവനെ കൊണ്ട് അച്ഛൻ നോക്കിപ്പിക്കാണ്ടി. ഓ, അച്ഛനും കണക്കാ, മോളും കണക്കാ. ശരിയാ, ഈ അച്ഛനാണ് ഇവിടെ എന്നെ വഷളാക്കുന്നത്. നീ പോടാ, അയ്യോ പെട്ടെന്നുണ്ടോ? എടീ, പോടി മദാമേ. നീ പോടാ, മരമാക്കറി. അല്ല, ചേച്ചിയെ കണ്ടില്ലല്ലോ. അവളെ അവള് വീട്ടിൽ പനിയല്ലേ? ഇവിടെ നിന്നാലേ പിന്നെ അതിന് റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കും. ഓ, എന്താണ് ഏട്ടാ, അമ്മയെ കൊണ്ട് വരെ പറയിപ്പിച്ചല്ലോ, മോശം. എന്താ ഹരി, നീ ഒന്നും മിണ്ടാത്തെ? ഇല്ലെങ്കിൽ നിന്റെ വാടക്കില്ലല്ലോ. നിന്റെ ചെല്ലപ്പെണ്ണ് വന്നിട്ട് എന്താ നിന്റെ മുഖം വല്ലാതെ? അറിയില്ല, ഞാൻ ശ്രദ്ധിച്ചു. മാമാവൊക്കെ എന്തോ പറ്റിയിട്ടുണ്ട്. ചിലപ്പോ ഞാൻ വലുതായപ്പോ എന്നോടുള്ള പഴയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. அப்படி எதுவும் இல்ல, எனக்கு தலை வலிக்குது அதான். എന്നാ നീ പോയി കിടന്നോ. ഏട്ടാ, അവനെ എങ്ങനെയെങ്കിലും കിട്ടിക്കണം. ഇനി എത്ര നാളായി ഇങ്ങനെ? നമ്മൾ നോക്കാനിട്ടല്ലോ, അവ സമ്മതിക്കാനിട്ടല്ലേ.
നിങ്ങൾ എത്ര നോക്കിയിട്ടും കാര്യമില്ല. ആ പോയതിന് ഞാൻ ആർക്കും ഒട്ടുമില്ല. എന്താടേ നീ ഇന്ന് ആലോചിക്കുന്നത്? അതോ എന്നെ ഏട്ടൻ മക്കളെ കിടക്കണമല്ലോ എന്ന് ആലോചിച്ചതാ. രാമനാമം ജപിച്ചിട്ട് പോയി കിടക്ക് ചേട്ടാ. നീ പൊടി ഷോ നിന്നെ ഓർമ്മ ഞാൻ എൻ്റെ ആരോഗ്യം കെട്ടിപ്പിടിക്കാതെ ഒന്ന് പോയി ഫോൺ വിളിച്ചേക്കാം മോളെ. ഹരി, ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാട്ടോ. നീ ഗൗരിയും കൂട്ടി വാ. കാർത്തി ഹാരനെ വിളിക്കാൻ പോയേക്കോ. ശരി അക്ക, ഞാൻ കൊണ്ടുവരാം. അമ്മ അമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്നടി നീ ഇതുവരെ റെഡിയാവില്ലേ? സോറി, ഞാൻ தெரியாம. മാമ, അമ്മയെങ്കിൽ അമ്മയൊന്ന് വിളിക്കാവോ? അവരെല്ലാം അമ്പലത്തിലോട്ട് പോയി. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നിന്നെയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു നോക്കാം. அப்படியா? ഇനി എന്നെ സേവേ. എൻ്റെ അടുത്ത് വേറെ ഡ്രസ്സൊന്നുമില്ല, എല്ലാം ബാംഗ്ലൂർ ടൈപ്പ് ഡ്രസ്സ് தான். மாமா, எனக்கு இது கொஞ்சம் போட்டு விடுங்களா? எனக்கு இது எப்படின்னு தெரியாது. ശരി. மாமங்காரத்தில் வந்தா மடியில கட்டிக்க மாமன் சொன்ன சங்கதியெல்லாம் மனசுல வச்சுக்க. மாமங்காரத்தில் வந்தா மடியில கட்டிக்க மாமன் சொன்ன சங்கதியெல்லாம் மனசுல வச்சுக்க. ஒரு மின்சார பார்வையின் வேகம் வேகம் உன்னோடு நான் கண்டு கொண்டேன். ஒரு பெண்ணோடு தோன்றிடும் தாபம் தாபம் என்னோடு நான் கண்டு கொண்டேன். என்னை மறந்துவிட்டேன். இந்த உலகத்தில் நான் இல்லை நான் இல்லை உன்னை இழந்து அரிலும் தேனில்லை தேனில்லை இது கனவா. ബാക്കി നീ ചെയ്തു. ഞാൻ അടിയിലുണ്ടാവും. അങ്ങോട്ട് വാ. உண்மை தெளிந்து உன்னை பார்த்தெந்தன் தாய்மொழி கண்ணாலே விழிகளிலே உன் தேடல் செவிகளிலே உன் பாடல் இரண்டுக்கும் நடுவிலே இதயத்தின் உரையாடல் காதலுக்கு விலையில்லை. மாமா, எப்படி இருக்கு? ரொம்ப நல்லா இருக்கு. കേറി. அள்ளித்தர என்னை விட ஏதுமில்லை யாரை. അമ്മേ, എന്താ അവരെ കാണാത്തത്? അവളെ കാണാൻ കൊതിയായി. അന്ന് വീട്ടിൽ പോകണ്ടായിരുന്നു. ഓ, എന്റെ ആരും അവരിപ്പോ വരുവേ. നീ ഒന്ന് ക്ഷമിക്ക്. ദേ വരുന്നു രണ്ടുപേരും. നോക്ക്. ശാന്തി നോക്ക്, അത് ഹരിയല്ലേ, നമ്മുടെ ലക്ഷ്മിയുടെ അനിയന്. ഈ ചെക്കന്റെ കല്യാണം കഴിഞ്ഞു, നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ. ശരിയാണ്, ചിലപ്പോ പെട്ടെന്നാവും നടന്നത്. എന്തായാലും നല്ല ഐശ്വര്യമുള്ള കുട്ടി. അവർ തമ്മിൽ നല്ല ചർച്ചയുണ്ട് അല്ലേടി? എന്താ മോനെ ഹരി, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നും വിളിച്ചില്ലല്ലോ. എന്തായാലും നല്ല മോള്. എന്താ മോളുടെ പേര്? അയ്യോ, ഇതേ അക്കവിടെ കൊണ്ട് ഗൗരി. ഈശ്വര, ഗൗരി മോളോ? സീതേ, ഇത് ലക്ഷ്മിയുടെ മോള് ഗൗരിയാണത്രേ. നീ ആകെ മാറിപ്പോയല്ലോ പെണ്ണെ. വളർന്ന് വലിയ പെണ്ണായി. ശരിയാ, ഞങ്ങൾ വിചാരിച്ചു ഇവന്റെ ഭാര്യയാണെന്ന്. മോളെ കുറെ ആയില്ലേ കണ്ടിട്ട്, അതാ മനസ്സിലാവാതെ. എന്നിട്ട് എന്തൊക്കെയാ വിശേഷം? സുഖമാണോ മോൾക്ക്? ആ ആന്റി, സുഖാണ്. എന്നാ ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇവിടെ തമ്മിൽ നല്ല ചർച്ചയുണ്ട്. ആര് ചേച്ചി? എന്റെ പക്കവാങ്ങിയ ചേച്ചി വീണ്ടും വണ്ണം വെച്ചു. ഇപ്പൊ എന്തായാലും സുന്ദരിയായിട്ടുണ്ട്. വെറുതെ അല്ല ഏട്ടൻ ഉറങ്ങാൻ സമ്മതിക്കാത്തത്. ഒന്ന് പോകണേ, നീ ആകെ മാറി. എന്ത് പൊങ്ങിയ പെണ്ണ് നിന്നെ കാണാനേ. അല്ല, ആരാ സാരി ഉടുപ്പിച്ചെന്നത്? നിനക്കിത് കൊടുക്കാനറിയോ? അതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി എടുത്തു. ചേച്ചി ഇങ്ങോട്ട് വന്നേ, നമുക്ക് തോന്നിട്ട് വരാം. എനിക്ക് കുറേ പറയാനുണ്ട്. ഓ, അവൾക്ക് അവളുടെ ആളെ കിട്ടി. ഇനി നമ്മളെയൊന്നും അവൾക്ക് കണ്ണി കാണില്ല. എന്താ നീ അവിടെ നിൽക്കുന്നത്? വാ, നമുക്കും പോവാം. ആ, നടക്ക്.
അല്ല നീങ്ക വരല്ലേ? ആ ഞങ്ങൾ രണ്ടുപേരും തോറ്റു. നിങ്ങൾ പോയിട്ട് വാ. ഞങ്ങൾ എന്തായാലും സമയം ഒന്ന് കണ്ടിട്ട് വരാം. മോളെ ഗൗരി, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ എന്ത് കാര്യം പറയാനുള്ളത്? മോളെ നിന്റെ കല്യാണക്കാരിയാണ്. ഞങ്ങൾ സ്വാമിയെ കണ്ടിരുന്നു. ഈ ചിങ്ങത്ത് നടത്തണമെന്നാ സ്വാമി പറഞ്ഞത്. ഇല്ലെങ്കിൽ നിനക്ക് പിന്നെ മംഗലയോഗം ഇല്ലാന്നാ പറഞ്ഞത്. സോറി അച്ഛ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. മോളെ അതിനിപ്പോ കഴിക്കണമെന്നല്ല അച്ഛൻ പറഞ്ഞത്. നമുക്കൊന്ന് ഉറപ്പിച്ചിടാം. നല്ല ആലോചന വല്ലതും വന്നാല് കല്യാണം മോളുടെ ഇഷ്ടം പോലെ മതി. ഇനിയും 6 മാസം ഉണ്ടല്ലോ. അതിനിടയിലുള്ള മോളുടെ എക്സാമും എല്ലാം കഴിയും ചെയ്യും. എന്റെ മോളെ അതൊക്കെ ഒന്നും പറയരുത്. മോൾക്ക് ഇഷ്ടപ്പെട്ട ചെക്കനോട് മാത്രമേ മോള് കല്യാണം നടത്തൂ. എനിക്ക് ആരും ഇഷ്ടമല്ല. എനിക്ക് വിവാഹം വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞോളാം. ഇപ്പൊ എന്നെ ഒന്ന് വെറുതെ വിട്. കേട്ടല്ലോ നിങ്ങളുടെ പുന്നാരം മോള് പറഞ്ഞത്. നിങ്ങൾ തന്നെയല്ലേ ഇവളെ വളർത്തി വഷളാക്കിയത്. അനുഭവിച്ചോ? മോളെ 6 മാസത്തിനുള്ളിൽ കല്യാണം നടക്കണമെന്നാ സ്വാമി പറഞ്ഞത്. എന്റെ മോൾ സമ്മതിക്കണം. കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്ത് വരാനാ? മാമൻ കല്യാണം കഴിച്ചിട്ടൊന്നല്ലല്ലോ ജീവിക്കുന്നത്. ഞാനും അങ്ങനെ ജീവിച്ചോളാം. ആ ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. അവനല്ലേ അവളെ നോക്കി വളർത്തിയത്. അപ്പൊ അവന്റെ സ്വഭാവം ഇല്ലാതിരിക്കില്ലല്ലോ. എന്താന്ന് വെച്ചാൽ ചെയ്യുക എല്ലാരും കൂടെ. മോളെ നീ ഒന്നും കൂടി ആലോചിക്ക്. എനിക്ക് ഒന്നും ആലോചിക്കാനില്ല. ഇതാണ് എന്റെ ലാസ്റ്റ് തീരുമാനം. അച്ഛൻ സങ്കടപ്പെടണ്ട. അവള് പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കായി കാണും. അതാവും ഇങ്ങനെ പറഞ്ഞത്. പതിയെ നമുക്ക് അവളെ പറഞ്ഞു മനസ്സിലാക്കാം. ശരിയാ, കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം അവളോട്. ഹരി മോനെ നീ പോയി പറ. നീ പറഞ്ഞാൽ ചിലപ്പോൾ അവള് കേൾക്കും. ശരി ഏട്ടാ, ഞാൻ സംസാരിച്ചോളാം. ഗൗരി ഗൗരി എന്നെ മമ്മ എന്നെ വേണോ? അത് നീ എന്തിനാ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്? ഒന്നുമില്ല മാമ, എനിക്കിപ്പോ കല്യാണം വേണ്ട. ടൈമുണ്ടല്ലോ. എനിക്ക് വേണമെന്ന് തോന്നുമ്പോ ഞാൻ പറയാം. ചേച്ചി പറഞ്ഞത് നീ കേട്ടതല്ലേ? ഈ സമയത്ത് കല്യാണം നടക്കണമെന്ന്. നീ സമ്മതിക്ക്. നിനക്ക് ഇഷ്ടപ്പെട്ട ആൾ മാത്രമേ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കൂ. അവരെല്ലാം നീ കല്യാണം വേണ്ടെന്ന് പറഞ്ഞതിൽ സങ്കടപ്പെട്ടിരിക്കണം. ഞാൻ കാരണം നീ ഇങ്ങനെയെന്നാ പറയുന്നത്. അതവര് പറഞ്ഞു ശരിയാ. മാമൻ കാരണം തന്നെയാ ഞാൻ കല്യാണം കഴിക്കാത്തത്. മാമൻ എന്താ കല്യാണം കഴിക്കാത്തേ? ഗൗരി എന്നെ പോലെയല്ല നീ. ഞാനൊരാണാണ്. എനിക്കൊരു കൂട്ടിലിങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ നിനക്ക് നിന്നെ സംരക്ഷിക്കാൻ ഒരു കൂട്ട് വേണം. അതിന് നിങ്ങളെല്ലാരും ഇല്ലേ? പിന്നെ എന്തിനാ എനിക്ക് വേറൊരു കൂട്ട്? നീ പറയുന്നതൊന്ന് മനസ്സിലാക്കുക ഗൗരി. കല്യാണം എന്ന് പറഞ്ഞാല് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ മറ്റൊരാൾക്ക് നമ്മളെ സമർപ്പിക്കുന്നതാണ്. ജീവിതകാലം മുഴുവൻ അവരിരുവരും അവർക്ക് മാത്രം സ്വന്തമായിരിക്കും. പരസ്പരം എല്ലാം ഷെയർ ചെയ്യാൻ അങ്ങനെ ഒരാൾ ലൈഫിൽ വേണം. എനിക്ക് നിന്നോട് പറയാനുള്ള അർഹതയില്ല എന്ന് എനിക്കറിയാം. എന്നാലും നീ എന്നെ പോലെ ആവരുത്. അത് ശരിയാ മാമൻ പറഞ്ഞത്. എല്ലാം ഷെയർ ചെയ്യാൻ ഒരാൾ വേണം. പക്ഷേ ഇഷ്ടമുള്ള ആളുമായിട്ടാവണമെന്ന് മാത്രം. ഗൗരി നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ? നീ എന്നോട് പറ. ഞാൻ ചേച്ചിയോട് സംസാരിക്കാം. ഉണ്ട്. പക്ഷേ അതൊരിക്കലും നടക്കില്ല. നീ ആരാണെന്ന് പറ. എന്നാലല്ലേ അത് നടക്കുക നടക്കില്ല എന്ന് പറയാൻ പറ്റൂ. ആണോ? എന്നാ എനിക്ക് ഉങ്ങളെ തമ്പിക്കും. ഗൗരി നീ എന്ത് சொன்ன? ഞാൻ കേൾക്കലേ. എന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടം. വർഷങ്ങളായി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നാട്ടിൽ വന്നത് തന്നെ നിങ്ങളെ കാണാനും എൻ്റെ ഇഷ്ടം പറയാനുമാണ്. മാമ ഞാൻ ഒന്ന് കാത്തിരിക്കേ. ഐ ലവ് യു മാമ. ഗൗരി നീ എന്തൊക്കെ ഈ പറയുന്നത്? തമാശ കളിക്കാനുള്ള സമയമല്ലാട്ടോ ഇത്. നീ കാര്യം പറ. ഞാൻ പറയുന്നത് തമാശയായിട്ടാണ് മാമന് തോന്നിയത്? ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടം. എനിക്ക് നിങ്ങളെയാണ് കല്യാണം കഴിക്കേണ്ടത്. ഇല്ല, നടക്കില്ല ഗൗരി. ഞാൻ നിന്റെ അങ്കിളാണ്. അത് മറക്കണ്ട. ആയ കാലത്ത് ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിന്നെപ്പോലെ ഒരു മോളുണ്ടായിരുന്നു എനിക്ക്. ഓ അപ്പോൾ ആയ കാലത്ത് എന്തായാലും നിങ്ങൾ കല്യാണം കഴിച്ചില്ലല്ലോ. അപ്പോൾ ഇനി കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നെ കഴിച്ചാൽ മതി. ഈ ഗൗരിയുടെ കഴുത്തിലൊരു താലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഹരിയുടെ പേരിലായിരിക്കും. നീ എന്നെ சொன்னாലും ഇത് നടക്കാതെ. നമുക്ക് കാണാം. നിങ്ങളെ കൊണ്ട് ഞാൻ എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കും. നോക്കിക്കോ. ഗൗരിമ ഞാൻ சொல்றது கொஞ்சம் கேளு. நீ வேணும் மாமா, எதுவும் சொல்ல வேணாம். இதுதான் என் கடைசி முடிவு. நீ என்ன எனக்கு உயிர். நான் எப்படி கண்ட்ரோல் பண்ணிட்டு இருக்கேன்னு எனக்கு கூட தெரியாது. எனக்கு ஒன்று முழுசாக சாப்பிடும் போல இருக்கு. பட் நான் வெயிட் பண்ணிக்கிறேன். ഗൗരി നീ சொன்னா புரிஞ்சுக்கோ.
മാമ നിങ്ങൾ നല്ല യോசிச்சு பாரு എന്നെ உன் அக்கா பொண்ணை பார்க்காம ஒரு பொண்ணா பாரு அப்போ உனக்கு என் மேலே ஃபீலிங்ஸ் வரும் ഇല്ല നീ എനിക്ക് എപ്പോഴും എൻ കുഴന്തതാ നമുക്ക് കാണാം നിങ്ങളെന്നെ കുട്ടിയായിട്ടാണോ അതോ നിങ്ങളുടെ കുട്ടികളുടെ അമ്മ ആയിട്ടാണോ കാണാൻ പോകുന്നതെന്ന് ഏട്ടനെപ്പോഴാ ഇവിടെ വന്ന് നീ ഇങ്ങോട്ട് വാ. ഞാനെല്ലാം കേട്ടു. എനിക്കൊന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതൊക്കെ സത്യമാണോ? നിനക്ക് അവന് ഇഷ്ടമാണോ? അതെ, എനിക്ക് മകൻ ഇഷ്ടമാണ്. ഇന്നെന്തായാലും തുടങ്ങിയതല്ല, വർഷങ്ങളായി. എന്നോട് മറക്കാൻ പറയല്ലേ ഏട്ടാ, എനിക്ക് പറ്റില്ല. എനിക്ക് മാമനെ വേണം, പ്ലീസ് ചേട്ടാ, മാമനില്ലാതെ എനിക്ക് പറ്റില്ല. അയ്യേ, എൻ്റെ മോൾ കാര്യമല്ലേ, എല്ലാം നമുക്ക് ശരിയാക്കാം. ആരല്ലെങ്കിലും ഏട്ടനുണ്ടാവും മോളുടെ കൂടെ. നീ ഇത് ആരോട് പറയണ്ട. സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. പിന്നെ അവനെ വളർത്താനുള്ള വഴി നോക്കിക്കോ, ഞാനുണ്ടാവും നിന്റെ കൂടെ. ഏട്ടന് പ്രോബ്ലം ഒന്നുമില്ലേ? ഞങ്ങൾ തമ്മിൽ ഒന്ന് പോടി. നിനക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ എന്തിനാ എനിക്ക് അവന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല. അവനെ നമുക്കറിയുന്നതല്ലേ, അവനോളം നിന്നെ നോക്കാൻ മറ്റാർക്കും പറ്റില്ല. താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച്. എന്താടാ കഴിക്കുന്നില്ലേ നീ? എനിക്ക് മതി, ഞാൻ ആ റൂമിലോട്ട് പോകണം. അവളോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല മാമ, ഞാൻ നിങ്ങളെ കൊണ്ടേ പോകൂ. എന്നുയിരിനെ വരത്തിടും അഴകിനി എൻ இதயத்தில் അമർന്നിടും அரசினி என்னுடாலே நதியாயோடுதிரம் நீ உன் சிரிப்பினில் கவிதைகள் கலங்குத உன் மொழி ഓയ് മാമ, ഉനക്ക് എന്നെ വേണോടി? എനിക്ക് നീത വേണം മാമ. നീ എന്നെ മാമാന്ന് കൂപ്പിടാതെ. ഓക്കെ, ഞാനിനി മുതൽ അങ്കിളെന്ന് വിളിക്കാം. ഓയ് അങ്കിൾ, എനിക്ക് എപ്പോ ഒക്കെ സെല്ല പറയും. മാമ, നീ മാറി തന്നെ, എനിക്ക് പോകണം. നൈസ്, கொஞ்சம் நேரம் நில்ല് மாமா. என்ன உனக்கு என்ன வேணும் சொல்லு. ஏ மாமா, உனக்கு கண்ட்ரோல் போகுதா? கௌரி, കളിക്കാതെ പോയി. மாமா, எனக்கு இதுக்கு மேலே கண்ட்ரோல் செய்ய முடியாது மாமா. சாரி மாமா. தவிக்கிறேனே, உனது மூச்சில் பிழக்கிறேனே இதழ்களை. ഗൗരി, பெண்ணே, நினைவு எங்கோ நீந்தி செல்ல கனவு வந்து സോറി മാമ, ഐ സോറി. എന്നെ അടിക്കാൻ മാത്രം എന്നോട് വെറുപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഐ സോറി. ഗൗരി, ഗൗരി ഇല്ലേ, ഞാൻ അവിടെ തല്ലാൻ പാടില്ലായിരുന്നു. ഒരു പേരിച്ച് കാണും. ഓ ഹരി, നമ്മൾ സോറി പറയാം. പുലരാൻ തുടങ്ങും ഒരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാകൾ. ചേട്ടാ, ഈ മൈസൂരിലൊന്ന് പോകണമായിരുന്നു. എക്സാം അവിടെയുള്ള ഒരു കോളേജിലാണ്. അവിടെ പോയി ഹാൾ ടിക്കറ്റ് വാങ്ങണം. വണ്ടിയാണ് പോകേണ്ടത്. ഏട്ടനൊന്ന് കൂടെ പോരും. അയ്യോടി, എനിക്ക് പറ്റില്ലല്ലോ. ഞാനും അച്ഛനും സേലം വരെ പോകണം. ഒരാഴ്ച കഴിഞ്ഞ് ഇനി വരും.
ആരും ഉണ്ടാവൂല്ലോ ഇവിടെ. അവൻ കൊണ്ടുപോയിക്കോളും. അല്ലേ ഹരി, നീ കൊണ്ടുപോയില്ലേ? ആ ഞാൻ കൊണ്ടുപോയിക്കോളാം. സോറി ഗൗരി, ഞാനന്ന് നിന്നെ തെല്ലാൻ പാടില്ലായിരുന്നു. നീ എന്നോട് ക്ഷമിക്ക്. സാരമില്ല, എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഞാനത് അപ്പോഴേ വിട്ടു. മാമ വണ്ടി എടുക്കും. புறப்பட்டு சிலைதா வாங்கி சொல்லி கேட்கிறேன். கூட விட்டு கூட பாயும் காதலால சுத்துரு. கடவுள் கெட்ட கரவர கேட்டு உன்னை சுமக்கவா உதிர முழக்க உனக்கேதான். ഞാനിവിടെ നിൽക്കാം, നീ പോയി വാങ്ങിട്ട് വാ. ആ ശരി മാമ. സോറി അങ്കിൾ, ഒരു ക്ലാസ് ഉണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നീ എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കോൾ பண்ணு. ശരി മാമ. കഴിഞ്ഞോ? ഞാനിതാ ഇപ്പോൾ വരാം. ക്ലിയർ, നമുക്ക് പോവാം. സോറി മാമ, ഈ ക്ലാസ് ഉള്ളത് ഞാൻ അറിഞ്ഞില്ല. ആ അത് സാരമില്ല. ഹാൾ ടിക്കറ്റ് കിട്ടിയില്ലേ? ആ ഹാൾ ടിക്കറ്റ് കിട്ടി. சாரி சார், இந்த வழியே போக முடியாது. அது என்னாச்சு? ரோடு ஃபுல்லாக க்ளோஸ் தான். காட்டான இருக்கு. அதனால நாளை ராவிலே தான் ஓப்பன் பண்ணுவேன். ஓகே சார். இங்கே ஏதாவது ஹோட்டல் இருக்கா? இங்கே இல்லை, கொஞ்சம் தூரம் போனால் ஒரு சின்ன டவுன் இருக்கும், அங்கே ஹோட்டல் கிடக்கும். ஆனால் இது யார், உன் பொண்டாட்டியா? அல்ல, இது என் அக்கா பொண்ணு. நாங்கள் இங்கே இருக்கிற காலேஜுக்கு ஹால் டிக்கெட் வாங்க வந்தேன். ஓ அப்படியா? அங்கே கொஞ்சம் மோசமான ஏரியா, பொண்ணை கொஞ்சம் பத்திரமா பார்த்துக்கோ. ആ ശരി സാർ. നീ വീട്ടിലോട്ട് വിളിച്ച് പറയാം, നാളെ വരുന്നുള്ളൂ. ആ ഞാൻ അമ്മയോട് വിളിച്ച് പറഞ്ഞോളാം. എക്സ്ക്യൂസ് മീ, ഒരു റൂം വേണമായിരുന്നു. ഏതിനാ റൂം വേണം സാർ? ഇവിടെ റൂം പൊതു. ഇതാക്കി സെക്കൻഡ് ഫ്ലോറിലാ നമ്മുടെ റൂം. നീ പോയി ഒന്ന് ഫ്രഷ് ആയിക്കോ. മാമ, എനിക്ക് മാറതൊക്കെ ഡ്രസ്സില്ലേ? ഏതാச்சுം ഡ്രസ്സ് കിടക്കുമോ? ഞാനൊന്ന് പോയി നോക്കട്ടെ, നീ വാതിലടച്ചു. ഇതാ ഇവിടെ അടുത്ത ഷോപ്പൊന്നുമില്ല, ജെൻ ഷോപ്പേ ഉള്ളൂ. ഞാനൊരു പാൻറ് ഷർട്ട് വാങ്ങിയിട്ടുണ്ട്, നീ അഡ്ജസ്റ്റ് பண்ண. സാരി മാമ, എനിക്ക് അത് പോതും. നീ എന്താ ഗൗരി പാൻറ് ഇടാത്ത? ഇന്ന മാതിരി അതെന്താ? എനിക്കത് കൊഞ്ചം ലൂസതാ മാമ. നീ കയറി, ഞാൻ പോയി ഫ്രഷ് പണിയാലേ. മാമ, ഞാൻ ഒന്ന് കേൾക്കലാമ. എന്നെ കേള. അതെന്ത്? എനിക്ക് എന്നെ കൊഞ്ചം കൂടെ പിടിക്കണം മാമ. கௌரி, அது நான் வேணாம் மாமா, போய் சொல்லாதே. எனக்கு தெரியும் உனக்கு என்ன பிடிக்கும்னு. ஆனால் நீ ஒத்துக்க மாட்டேன். நான் உன் கண்ணுக்குள்ளே பார்த்துருக்கேன் உனக்கு என் மேலே உள்ள காதலை. அது നിന്റെ തോന്നൽ മാത്രമാണ്. இல்லை, போய் சொல்கிற நீங்கள் என் கண்ணை பாரு, அதுக்கப்புறம் சொல்லு உனக்கு என் மேலே காதல் இல்லாது. ഇല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ஏன் மாமா, எங்கே போகிறேன்? என் கண்ணை பாரு, அப்புறமா சொல்லு. ഗൗരി പ്ലീസ് നിർത്ത്, ഇത് തപ്പ്. നമ്മൾ രണ്ടും അത് ശരിയാവാതെ. എന്ത് തപ്പ്? എനിക്കിത് ശരി, നിങ്ങൾ മാത്രമാണ് എൻ്റെ ശരി.
ഗൗരി, ഈ കാര്യം ചേച്ചി അറിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് അതൊന്നും അറിയണ്ട. മാമാക്ക് എന്നെ ഇഷ്ടമാണോ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഇല്ല, എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. ശരി, എന്നാ എന്നെ ഇഷ്ടപ്പെടേണ്ട. എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരാമോ? എന്ത് കാര്യമാണ്? ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കാം. നിങ്ങൾ പറയുന്ന ആളെ കല്യാണം കഴിക്കാം. പക്ഷേ എനിക്കൊരു കണ്ടീഷൻ. അതെനിക്ക് മാമ ചെയ്തു തരണം. എന്താണ് നിന്റെ കണ്ടീഷൻ? എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. ഓക്കെ, എന്നാ സ്ലീപ്പ് വിത്ത് മീ മാമ. എന്താ നീ പറഞ്ഞേ? എന്റെ മാമൻ കേട്ടത് തന്നെയാ ഞാനും പറഞ്ഞു. ഇന്ന് മാമൻ എന്റെ കൂടെ കിടക്കണമെന്ന്. ഇന്ന് എനിക്ക് നിങ്ങളെ എന്റേത് മാത്രമായി വേണം. അതിനെ സംബന്ധിച്ചാ നിങ്ങൾ പറയുന്നത് എന്ത് ഞാനും സമ്മതിക്കും. ഗൗരി, നിനക്കത് ഭ്രാന്താണോ? എന്തൊക്കെ ഈ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? അതെ, എനിക്ക് ഭ്രാന്താണ്. നിങ്ങളെന്ന ഭ്രാന്ത്. അത് മാറാന് എനിക്ക് നിങ്ങളെ വേണം. ഇല്ല ഗൗരി, അത് നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല അതിന്. ഇല്ല മാമ, എനിക്ക് വേണം. ഇത്ര കാലം ഞാൻ എന്നെ എങ്ങനെ കൺട്രോൾ ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങളോട് വെറും ഇൻഫാക്ച്വേഷൻ ആണോ എന്ന് എനിക്കറിയണം. അതിന് നിങ്ങൾ എനിക്ക് വേണം മാമ. ഗൗരി പ്ലീസ്, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. എനിക്കറിയുന്ന ഗൗരി ഇങ്ങനെയല്ല. നീ എന്റെ മോളെ പോലെയല്ലേ. സ്റ്റോപ്പ് മാമ, എനിക്കത് കേൾക്കുന്നത് ഇഷ്ടമല്ല. ഗൗരി, നീ എന്റെ മതി യോസിച്ച കൂടെ തപ്പടി. സോറി മാമ, എനിക്കൊന്നെ വേണം. എനിക്ക് ഒരു നൈറ്റ് തന്നെ ഞാൻ കേട്ടെ. அதுக்கப்புறம் ഞാൻ ഉന്നെ തൊന്തര பண்ண மாட்டேன். പ്ലീസ് മാമ, പ്ലീസ്. നീ ഉദ്ദേശിക്കുന്നൊന്നും നടക്കാൻ പോകുന്നില്ല ഗൗരി. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അന്ന് നിങ്ങൾ കിസ് ചെയ്തപ്പോൾ നിങ്ങൾ എന്നെ തല്ലിയില്ലേ? അതുപോലെ ഇനിയും തല്ലാം. പക്ഷേ ഞാനതിൽ നിന്നും ഒരിക്കലും പിന്മാറില്ല. എനിക്ക് വേണം മാമ നിങ്ങളെ ഇന്ന്. ഗൗരി, നീ അവനെ പറയുന്നതൊന്നും നീ மாமா, நீங்க எல்லாமே மறந்துடு மாமா. நான் உன்னை அக்கா பொண்ணை பார்க்காம என்னை உன் காதலே நினைச்சிடு மாமா. ப்ளீஸ் மாமா, ப்ளீஸ். எனக்கு என்னமோ Don't say anything மாமா. Just feel me. ഗൗരി, മതി ഗൗരി, ഇത് നിർത്തിട്ട്. എനിക്ക് എന്നമോ I know mama, you lose your control. I know, you are so needy. Just feel me mama. I want you. ഈ രാത്രി അതെനിക്ക് വേണം മാമ. I need you mama. Please make me yours. Please. ഗൗരി, உலகமே சுழலுதே உன்னை பார்த்ததாலே. தங்கம் முருகுதா, தங்கம் கரையுதா, வெக்கம் உடையுதா, மொத்தம் தோடருதா. சுகி தானே போகிறேனே மாமா கொஞ்சம் நாளா. அக்கம் பக்கம் யாரும் இல்ல பூலோகம் வேண்டும். என்ன செய்தான் உன்னிருக்கத்திலே, என்னாயுள் வரை உன்னரைப்பினிலே வேண்டும் உலகத்திலே. இந்த இன்பம் போதும் நெஞ்சினிலே, ஏழு ஜென்மம் வாழ்ந்திருப்பேன். அக்கம் பக்கம் யாரும் இல்ல பூலோகம் வேண்டும்.
எனக்கு வேற மொழி தெரியாது. இதுதான் என் ലാസ്റ്റ് ഹോപ്പ്. ഇനി ഞാൻ നിങ്ങളെ ശല്യം ചെയ്യില്ല. നിങ്ങൾ എന്നെ ഇഷ്ടമാണ് പറയും വരെ. கடவுளே, நான் தப்பு செஞ்சுட்டேன். எனக்கு தெரியாது. நான் இனி என்ன பண்ணுவேன்? நீ ஒரு வழி சொல்லு. ഗൗരി, ഗൗരി, എനിക്ക് നേരം എടുത്തു. നമുക്ക് വീട്ടിൽ പോണ്ടേ? മാമ, ഞാൻ ഫ്രഷായി വരാം. അങ്കിൾ, നമുക്ക് പോവാം. ഗൗരി, ഞാൻ അത് ഇന്നലെ അത് പിന്നെ വേണ്ട മാമ, നമുക്ക് പോവാം. ഇതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ട. മാമൻ ഇന്നലത്തെ ദിവസം ഒരു സ്വപ്നം പോലെ മറന്നേക്ക്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇനി മാമയെ ശല്യം ചെയ്യാൻ വരില്ല. ആഹാ, നിങ്ങൾ വന്നോ? എന്താ കോരി അവളുടെ മുഖാകെ വല്ലാതെ? ഒന്നുമില്ല ചേച്ചി, ഉറക്കം ശരിയായില്ല. ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ. ആ, പോയി കിടക്ക്. എന്തേട്ടാ, ഏട്ടന് ഉറക്കം ശരിയായില്ലേ? എന്താന്നറിയില്ല, സ്ഥലം മാറിയിട്ടാണ് തോന്നുന്നു. അങ്ങ് ശരിയായില്ല. അല്ല ചേച്ചി, അച്ഛനും ഏട്ടനും വന്നില്ലേ സ്ഥലത്തുനിന്ന്? അതുപോലെ അമ്മ എവിടെ? അവരൊക്കെ എവിടെ പോയി? മഹേഷും അമ്മായി വരുന്നുണ്ട്. അവരെ കൊണ്ടുവരാൻ പോയേക്കുക മൂന്നാളും. ആണോ? എന്നാ അവർ വന്നാൽ വിളിക്ക്. ഞാനൊന്ന് പോയി കുറച്ചു നേരം കിടക്കട്ടെ. ആ, എന്നാ നീ പൊക്കോ. ഏട്ടനും പൊക്കോ. പോയി റെസ്റ്റ് എടുക്കും. ഈശ്വര, എനിക്കിത് എന്തായി സംഭവിക്കുന്നത്? അത് നിനക്കറിയാതെ പിന്നെ വേറെ ആർക്കും അറിയാം? നീ എന്നെ പോലെ? ഞാൻ നീ തന്നെ, അല്ലാതെ വേറെ ആരാ? നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരാവുന്നതാ ഞാൻ. എന്നെ ഉത്തരം. എനിക്ക് എന്താ പറ്റുന്നേ? എനിക്കെന്നെ, അതായത് ഹരി, എനിക്ക് എന്താണെന്നറിയോ? എന്നെ നിനക്കല്ലേ പ്രേമം, കാതൽ, മുഹബത്ത്, പ്യാർ. നീ என்ன சொல்ற? ഞാൻ ഉണ്മ சொல்றேன். എടാ മണ്ട, നീ നിന്റെ ബുദ്ധി പറയുന്നത് കേൾക്കാതെ ഹൃദയം പറയുന്നത് കേൾക്ക്. അതായത് ഈ ഞാൻ പറയുന്നത് എനിക്കൊന്നും പുരിയല്ലേ. ഇതാണ് നിന്റെ പ്രശ്നം. നിനക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് ഗൗരി ഇഷ്ടമാണെന്ന് നിനക്ക് മനസ്സിലാവാനിട്ടോ അതോ മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കുന്നതോ? എന്താ, ഒന്നും പറയാനില്ലല്ലേ? നിനക്ക് അവളെ പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. പക്ഷേ അത് നീ പറയുന്നത് പോലെ ഒരു അക്കാപ്പുറനോടുള്ള ഇഷ്ടം. പക്ഷേ ഇപ്പോൾ അവൾ വന്നതിന് ശേഷം നീ അവളെ പഴയ പോലെയല്ല കാണുന്നത്. ശരിയല്ലേ? അല്ല, ഞാൻ അങ്ങനെയൊന്നുമില്ല. നീ ആരോടെ ഈ കളവ് പറയുന്നത്? എന്നോട്. എനിക്കറിയാം നിനക്കാണ് ഇഷ്ടമാണെന്ന്. അന്ന് നിങ്ങൾക്കിടയിൽ നടന്നത് എൻ്റെ പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണെന്ന് എനിക്കറിയാം. അല്ല, അതന്ന് അങ്ങനെ സംഭവിച്ചു പോയതാ. നീ ഇത് ആവർത്തിച്ച് പറഞ്ഞാൽ അവളെ നിനക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുകയേ ഉള്ളൂ. ആൻറ്റി കുറേ നേരമായി വന്നിട്ട്. ഞാനൊന്ന് ഉറങ്ങിപ്പോയി. മോളെ, ഞാൻ റൂമിൽ പോയിരുന്നു. അപ്പൊ നീ നല്ല ഉറക്കാം. എടി, ഇവിടെ ഞാനുണ്ടടി. നീ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യേ. അതിന് നീ ഏതാ? നിന്നോട് ഞാൻ ഒരു വീക്കിനുള്ളിൽ വരാൻ പറഞ്ഞിട്ട് നീ ഇപ്പോഴാണ് വരുന്നത്. നീ എന്നോട് മിണ്ടണ്ട. സോറിടി, നിനക്കറിയുന്നതല്ലേ എൻ്റെ കാര്യമൊക്കെ. അറിയാം. വാ കഴിക്കാം. എന്നിട്ട് നിന്നോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്.
എനിക്ക് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഇവർ രണ്ടാളും വന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. എന്താ വെച്ചാ എന്താ ഇത്ര വലിയ കാര്യം പറയാന്? ഞങ്ങളെ ഗൗരിയുടെയും മഹേഷിൻ്റെയും കല്യാണം ഉറപ്പിച്ചു. എന്താ മോളെ നിന്റെ അഭിപ്രായം? നിനക്കിതിന് സമ്മതമല്ലേ? അവർക്ക് എന്ത് സമ്മതക്കുറവുണ്ടാവാനാ? അവർക്കുള്ളവർക്കും പരസ്പരം അറിയുന്നതല്ലേ, അല്ലേ മോളെ? എന്താ മോളെ മോൾക്ക് ഇഷ്ടമല്ലേ? എന്താ മോളൊന്നും പറയാത്തേ? അമ്മയ്ക്ക് ചോദിക്കാരി അവർക്ക് നാണം വന്നിട്ടാവും. അല്ലേടി എനിക്ക് എന്നെ കേട്ടാ ഇഷ്ടമല്ലേ? എനിക്ക് സമ്മതമാണ്. എല്ലാം ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെ. ഓ സമാധാനം. ഞാൻ വിചാരിച്ചു നീ സമ്മതിക്കില്ലാന്ന്. എന്തായാലും നീ സമ്മതിച്ചല്ലോ. ഓ അപ്പൊ എന്റെ പെങ്ങള് കല്യാണാണല്ലേ? ആ മഹേഷേ നിന്റെ വിധി. ഒന്ന് പോയേട്ടാ, പേടിപ്പിക്കാതെ. എന്താ ഹരി നീ ഒന്നും പറയാത്തെ? നിന്റെ കോഴിയുടെ കല്യാണം ഉറപ്പിച്ചിട്ട് നിനക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തേ? അതെന്താന്നോ, അവളെ ഞങ്ങൾ ഇവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോകില്ലേ? അത് ആലോചിച്ചിട്ടുള്ള സങ്കട അല്ലേ ഏട്ടാ? ഞാനെന്താ പറയാനാ? അവൾക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്ത് നോക്കാന്? എന്താടാ നിനക്ക് മതിയായോ? നീ മുഴുവൻ കഴിച്ചില്ലല്ലോ. ആ മതി, എനിക്കെന്തോ വയ്യ, നല്ല ക്ഷീണം. ആ ക്ഷീണമൊക്കെ കാണും, ഇത്ര ദൂരം പോയി വന്നതല്ലേ. എന്നാ നീ പോയി കിടന്നു. ഗൗരി, നീ എന്തൊക്കെ ഈ ചെയ്ത് കൂട്ടുന്നത്? നിനക്ക് എങ്ങനെയാണ് കല്യാണം കഴിക്കാൻ സമ്മതം പറയാൻ തോന്നി? ഞാനെന്തിനാ ഇങ്ങനെ ആലോചിച്ചു വന്നത്? അവൾക്ക് എന്നെ ഒരു നൈറ്റ് മതിയായിരുന്നല്ലോ, അത് അവൾക്ക് കിട്ടി. ഇനി എന്നെ വേണ്ട. പക്ഷെ എനിക്ക് അവളില്ലാതെ പറ്റില്ല. അവളോട് പോയി സംസാരിക്കണം ഇപ്പൊ തന്നെ. എടാ നമുക്കൊരു സിനിമ ഉണ്ടല്ലോ. എന്നാ നീ പോയിട്. എടാ അരി വാടാ, ഒരു സിനിമ കാണാം. என்னை தொடும் தென்றல் உன்னை தொடவில்லையா? என்னை சுடும் காதல் உன்னை சூடவில்லையா? എന്നിൽ വീഴും മഴ ഉന്നിൽ വീഴവില്ലയാ? നീ പോകണോ? എന്താടി? നിങ്ങൾ കണ്ടോളി, എനിക്കെന്താ ഉറക്കം വരുന്നുണ്ട്. രണ്ട് മുത്തത്തിற்கு നിങ്ങൾ കണ്ടോളി, എനിക്കും ഉറക്കം വരുന്നുണ്ട്. இப்போது ஒன்றிங்கு இல்லையே തനിമയിലേ തനിമയിൽ. ഗൗരി എനിക്കൊന്നും സംസാരിക്കാനുണ്ട് നിന്നോട്. സോറി മമ്മ, എനിക്ക് മമ്മയോട് ഒന്നും സംസാരിക്കാനില്ല. ഗൗരി ഇവളെന്താ ഇങ്ങനെ? கடலா புயலா இடியா மழையா நம்மை ஒன்றும் செய்யாதடி. வேணாம் வேணான்னு நான் இருந்த நீதானே என்னை இழுத்து விட்ட. போடி போடின்னு நான் துரத்த வம்புல நீதானே மாட்டி விட்ட. நல்லா இருந்த என் மனச நாராக கிழிச்சு புட்ட. கருப்பாயிருந்த என் இரவ கலரா மாத்தி புட்ட. என்னுடன் நடந்த என் நிழல தனியா நடக்க விட்ட. உள்ள இருந்த என் உசுர வெளிய மிதக்க விட்ட. பார்க்காத என்ன பார்க்காத குத்தும் பார்வையால என்ன பார்க்காத. போகாத தள்ளி போகாத என்ன விட்டு விட்டு தள்ளி தள்ளி போகாத.
ഗൗരി എന്താ ഇവിടെ? എന്തേട്ടാ, ഞങ്ങൾ ചുമ്മാ ഡാൻസ് കളിച്ചതാ. ഇത് എന്ത് വേഷം? പോയി മാറിക്കേ. ഇങ്ങനെയാണോ നടക്കുന്നത്? അതിനെന്താ, ആൾക്ക് ഇങ്ങനെ നടക്കാനാണ് ഇഷ്ടം. പിന്നെ ഇവിടെ ആരുമില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? ഞാനല്ലേ ഇവിടെ കെട്ടാൻ പോകുന്നത്. എനിക്ക് തന്നൊരു പ്രശ്നമല്ല. മഹി, ഞാൻ റൂമിൽ പോവാ. നീ വരുന്നുണ്ടോ? ആ, ഞാൻ വരുന്നുണ്ട്. ഓട്ടെ ഹരിയേട്ടാ. ഗൗരി, നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. എന്നോടൊന്ന് സംസാരിക്കൂ പ്ലീസ്. എടാ, ഇന്ന് അമ്പലത്തിൽ പരിപാടിയുണ്ട്, നമുക്ക് പോകണ്ടേ? ആണോ? എപ്പോഴാ? രാത്രിയാണോ പരിപാടി? ആ, രാത്രിയാ. നമുക്കൊരു 7 മണിയാകുമ്പോൾ പോവാം. ഞാനില്ല, നിങ്ങളെല്ലാരും പോയോ? മോളെന്തായില്ലാതെ? എല്ലാവരും ഒരുമിച്ച് പോകുമ്പോ അതല്ലേ അതിന്റെ രസം. മോള് വാ. ശരി. എവിടെ ഗൗരിയുടെ കഴിഞ്ഞില്ലേ? ആ, അവളുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വരുമായിരിക്കും. വരുന്നു. എന്റെ മോൾ മഹാലക്ഷ്മി പോലുണ്ട്. ആദ്യം കണ്ണുപെടായിരിക്കട്ടെ. വാ, എന്നാലും നമുക്ക് പോവാം. ഗൗരി, നോക്ക്, ദേ വള. വാങ്ങി നമുക്ക് അവിടെ പോയി വള നോക്കാം. കൈവിട്ട് പോകാതെ ഒരുമിച്ച് നിൽക്കണം കേട്ടോ. ആ ശരി, ഞങ്ങൾ നോക്കിക്കോളാം. എടാ നോക്കടാ, ആ പെണ്ണിനെ എന്ത് ഗ്ലാമറ. വാ, നമുക്കൊന്ന് മുട്ടി നോക്കാം. ഏട്ടാ, ഗൗരി എവിടെ? അവളെ കാണാനില്ലല്ലോ. അവര് വള വാങ്ങാനാന്ന് പറഞ്ഞാണ് പോയിട്ടുണ്ട്. വാ, നമുക്ക് ചെന്ന് നോക്കാം. ഓ, നിന്നെ കണ്ട അറിയാതെ തട്ടി പോയില്ലല്ലോ. മലപ്പുറമല്ലടാ നീ അവളെ തൊട്ടത്. അതിനെന്തിനാ ചൂടാവുന്നത്? അമ്പലത്തിലാവുമ്പോ തട്ടിയും മുട്ടി നോക്കിയിരിക്കും. വീണ്ടും ചേച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ആ, നമുക്ക് പോവാം. എന്താടി? എന്താണ് പ്രശ്നം? എന്താണ്? ഇവണ്ടല്ലോ, ഇവൻ ഗൗരിയെ കയറി പിടിച്ചു. ശരിയാണോടാ, നീ അവളെ പിടിച്ചോ? ഏട്ടാ വേണ്ട, നമുക്ക് പോവാം. കണ്ടോ, മോൾക്ക് പ്രശ്നമില്ല. പിന്നെന്താ, ഞാൻ പിടിച്ചത് അവൾക്ക് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മാമ, മാമ വേണം മാമ, വിട്ടിട് മാമ. കാർത്തി അവളോട് നിർത്താൻ പറ. എന്റെ വീട്ടിൽ പെണ്ണ് തന്നെ വേണോടാ നിനക്ക് പിടിക്കാൻ. ഇനി നിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. എണീച്ച് പോടാ, വെറുതെ ചാവാതെ. നീ എന്തിനാ ആ ചെക്കനെ തല്ലി? പിന്നെ ഞാൻ അവൾ പറഞ്ഞത് കേട്ട് കയ്യും കെട്ടി നോക്കിയിരിക്കണോ? പറഞ്ഞു തീർക്കാനില്ലേ നിനക്ക്? നിങ്ങളെ കൊണ്ട് അങ്ങനെ പറ്റുമായിരിക്കും, പക്ഷെ എനിക്കങ്ങനെ പറ്റില്ല. എൻഗേജ്മെന്റ് ഡേറ്റ് കിട്ടി. അടുത്ത സൺഡേ ആണ്. ഡ്രസ്സൊക്കെ എടുക്കാനൊക്കെ പോകണ്ടേ? ഡ്രസ്സ് മാത്രമേ പെണ്ണെ, റിങ്ങും എടുക്കണം. ഹരി, നീ ഒരു കുട്ടി നാളെ തന്നെ റിങ്ങും ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകണം, കേട്ടല്ലോ? അയ്യോ അണ്ണ, എനിക്കൊന്ന് പോകാൻ മുടിയത്. അതെന്താ നിനക്ക് പറ്റാത്തത്? നീ ഇവിടെ പോവാ?
എനിക്ക് നാളെ ചെന്നൈ വരെ ഒന്ന് പോകണം. അവിടെ ഒരു മീറ്റപ്പ് ഉണ്ട്. 1 വീക്ക് കഴിഞ്ഞ് ഞാൻ വരും. അപ്പോൾ എൻഗേജ്മെൻ്റ് ആകുമ്പോൾ വരില്ലേ? എൻഗേജ്മെൻ്റ് ആകുമ്പോൾ ഞാൻ വരും. ഷോപ്പിങ്ങിനൊക്കെ നിങ്ങൾ പോയാൽ മതി. അതിനെ ഉണ്ടാവണം. നീ അല്ലാതെ എങ്ങനെയാ? അന്നത്തേക്ക് ഞാൻ എങ്ങനെയായാലും എത്തും. அழுதால் உன் பார்வையும் அயர்ந்தால் உன் கால்களும் அதிகாலையின் கூடலில் എനിക്കറിയാം മാമ, നിങ്ങൾക്കൊന്നുമില്ല. എന്തിനാ കള്ളം പറഞ്ഞ് വെറുതെ പോകുന്നത്? എല്ലാവരോടും ഒന്ന് പറഞ്ഞൂടെ ഞാൻ മാമന്റെ പെണ്ണാണെന്ന്? എന്നോട് ഇത്ര ഇഷ്ടം പോലില്ലേ മാമ? സോറി കോഴി, എനിക്ക് പറ്റുന്നില്ല. നീ എന്നോട് മിണ്ടാതെ നടക്കുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. ഞാനിവിടെ നിന്ന് ശരിയാവില്ല. നിന്നെ വേറൊരുത്തിൻ്റെ ആവുന്നത് എനിക്ക് കാണാൻ വയ്യ. മായി, അവൻ നല്ലവനാ. നിന്നെ നല്ലതുപോലെ നോക്കും. നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഞാൻ ഇന്നിവിടെ വരൂ. നീ പോവാണോ? ഞാൻ പോയിട്ട് വരാം. നീ എല്ലാത്തിനും ഒളിച്ചോടാണല്ലേ? നീ എന്നെ சொல்ற എനിക്ക് പുരിയല്ലേ? ഒന്നുമില്ല, നീ പോവാൻ നോക്ക്. എല്ലാവരോടും പറഞ്ഞേക്ക്. ഹരി, നീ എവിടെ എത്തി? എന്നടാ, ഞാൻ കുറച്ച് മുമ്പേല്ലേ അവിടെ നിന്ന് പോകുന്നത്. അത് ഗൗരി ഹോസ്പിറ്റലാണ്. എന്ത്? നീ എന്നെ சொன்ன? അവള് നമ്മുടെ അടുത്തുള്ള സിറ്റി ഹോസ്പിറ്റലാണ്. നീ ഒന്ന് ഹോസ്പിറ്റലിൽ വന്നാ. എന്ത് പറ്റി കാർത്തി? ഗൗരിക്ക് എന്ത് പറ്റി? നീ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് വാ. ഞാനിപ്പോ വരാം. കാർത്തി ഗൗരിക്ക് എന്താ പറ്റി? കാർത്തി, എന്റെ അച്ഛൻ. നിനക്കൊന്നും അറിയില്ലല്ലേ എന്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കിയിട്ട്? അക്ക നീ എന്നെ சொல்ற എനിക്ക് ഒന്നുമേ പുരിയില്ലേ. നീ എന്റെ അനിയനാണെന്ന് പറയാന് എനിക്ക് വെക്കമാർക്ക്. ഒരു പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ അത് സമ്മതിക്കാനുള്ള ധൈര്യം കൂടി നിനക്കില്ലാതെ പോയല്ലോ. നീ ഒരാണാണോടാ? മിണ്ടരുത് നീ. എന്റെ മോൾക്കുള്ള ധൈര്യം പോലും ആണായി നിനക്കില്ലാതെ പോയല്ലോ. ഹരി, ഞങ്ങൾക്ക് എല്ലാം അറിയായിരുന്നു. നിന്നോട് ഗൗരി ഇഷ്ടമാണെന്ന് പറഞ്ഞ അന്ന് കാർത്തി ഇതെല്ലാം കേട്ടിരുന്നു. അവൻ ഞങ്ങളോടെല്ലാം പറഞ്ഞു. ഗൗരി പറഞ്ഞിട്ടാ ഞങ്ങൾ നിന്നോടൊന്നും ചോദിക്കാതെ. അവൾ പറഞ്ഞു നിനക്ക് ആരുടെയും നിർബന്ധപ്രകാരമല്ലാതെ അവൾക്ക് ഇഷ്ടം തോന്നണമെന്ന്. അതിനാ അവളിങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടി. അന്ന് ഞങ്ങൾ മനഃപൂർവ്വമാണ് അവളെ നിന്റെ കൂടെ വിട്ടത്. കുറച്ചു നേരം നിങ്ങൾ തനിച്ചായാലേ എല്ലാം സംസാരിച്ച് ശരിയാവുമെന്ന് കരുതി. പക്ഷേ അതിങ്ങനെ ഇതുവരെ എത്തിയിരുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഏട്ടാ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അവളെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. നിങ്ങളോട് പറഞ്ഞ മോളെ പോലെ കാണേണ്ട അവളെ ഞാൻ ഇതുവരെ മോശമായിട്ടാണ് കണ്ടതെന്ന് നിങ്ങൾ വിചാരിച്ചാലോ എന്ന് കരുതി. എന്റെ തെറ്റ അവളെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തി. നീ തെറ്റ് തന്നെയാണ് ചെയ്തത് ഹരി. നിങ്ങൾക്കിടയിൽ അങ്ങനെയൊക്കെ നടന്നിട്ടും എങ്ങനെ തോന്നിയിടാ വേറെ ഒരുത്തിനോട് വിട്ടുകൊടുക്കാൻ? ഞങ്ങളെങ്ങനെ ഇതെല്ലാം അറിഞ്ഞെന്നാണോ? അന്ന് വന്നപ്പോയി എല്ലാം അവൾ എന്നോട് പറഞ്ഞിരുന്നു. അന്ന് ഞങ്ങളുടെ പ്ലാൻ പ്രകാരം മാഹിയിൽ കയറി വന്നത്. നീ അന്ന് കല്യാണക്കാരൻ പറയുമ്പോൾ അവൾ നിന്റെ പെണ്ണാണെന്ന് പറയുന്നത് ഗൗരി ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷേ നീ അവളെ തോൽപ്പിച്ച് കളഞ്ഞില്ലടാ. കാർത്തി എനിക്കറിയില്ലടാ ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന്. എനിക്ക് അവൾ കാണണം. ഗൗരിയോടെ പ്ലീസ് കാർത്തി, എനിക്കൊന്ന് കാണിച്ചത് അവളെ. വേണ്ട, നീ എന്റെ മോളെ കാണണ്ട. ധൈര്യമില്ലാത്തൊരുത്തിന് എന്റെ മോൾക്ക് വേണ്ട. നീ പോവാൻ നിന്ന് സ്ഥലത്തേക്ക് പൊക്കോ. അക്ക എന്നെ മன்னிച്ചിട്ട് പ്ലീസ് അക്ക. ഗൗരിയുടെ എന്ന് പറ. എനിക്ക് അവളെ കാണണം അക്ക, പ്ലീസ്. മാമ, ഗൗരിക്ക് ഉനക്ക് ഏതോ ആഗ്രഹല്ലേ? എന്നാച്ചു ഉനക്ക്? അവൾക്ക് എന്തായാലും നിനക്കെന്താ? നീ അവളെ വേണ്ടാന്ന് വെച്ച് പോയതല്ലേ?
ലക്ഷ്മി മതി, അവനവൻ്റെ തെറ്റ് മനസ്സിലാക്കിയില്ലേ. ഗൗരി ഗൗരി നീ എന്നെ മன்னிച്ചിടടി, എനിക്ക് നീ എന്നാ ഉയരടി. സോറി സോറി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. സോറി ഡി. സാരമില്ല മാമ, എനിക്കറിയാം മാമക്ക് എന്നെ ഇഷ്ടമാണെന്ന്. പക്ഷേ അത് മാമൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന് തോന്നി. അതിന് ഇത്ര ദിവസം കാത്തിരുന്നത്. പക്ഷേ ഇന്ന് മാമൻ പോയപ്പോൾ എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടമായത്. സോറി ഗൗരിമ, ഇനി ഞാൻ ഒന്നും കഷ്ടപ്പെടുത്ത മാട്ടെ. സോറി மாமா பதி இப்படி கெட்டுப்பிடிக்காது. என் வயிற்றுக்குள்ள நம்ம குழந்தை இருக்கு. என்ன சொன்ன கௌரி? நீ என்ன சொன்ன? സത്യമാണോ? ഞാൻ അച്ഛനാവാൻ പോകണോ ഗൗരി? ആടാ, അവള് ഗർഭിണിയാ. ഇനി പോണോ നിനക്ക് നിന്റെ കുഞ്ഞിനെയും അതിലെ തള്ളയും വിട്ട്? അതോ അവളെ നീ വേറെ ആദ്യം കെട്ടിച്ചെടുക്കാനാണോ നിന്റെ തീരുമാനം? എടാ ഹരി, നീ ரொம்ப ഫാസ്റ്റ്. നന്നായി നീ നേരത്തെ കല്യാണം കഴിക്കുന്നത്. ഇനി എന്നാണാവോ എനിക്ക് ഇതുപോലെ ഒരു അവസരം. ഒന്ന് പോയി, അതൊക്കെ കൈവുള്ളവർക്ക് കിട്ടുന്നതാ. ആഹാ, എന്റെ കൈവിനെയാണ് നീ ചോദ്യം ചെയ്തത്. കാണിച്ചു തരാടി നിനക്ക്. മതി മതി, വീട്ടിൽ പോയി കാണിച്ചാൽ മതി നിന്റെ കൈവൊക്കെ. ഇവിടെ നിന്ന് കാണിക്കാം. ഹരി സോറി, ഞാൻ നിങ്ങളുടെ ഈ കഥയിൽ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം നിർബന്ധിച്ചപ്പോൾ ചെയ്തതാ. ഞാനിവിടെ നാട്ടിൽ വന്നത് എൻ്റെ കല്യാണം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനവിടെ ബാംഗ്ലൂരിൽ ഒരു കുട്ടിയുടെ ഇഷ്ടത്തിലായിരുന്നു. ഞങ്ങളുടെ കല്യാണമായിരുന്നു. അതൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് വന്നത്. അപ്പോഴാ ഇവർ ഈ പ്ലാനിനെ പറ്റി പറഞ്ഞത്. നീ അവളെ സങ്കടപ്പെടുത്തിട്ടോ, കുറേ കറിഞ്ഞിട്ടുണ്ട്. ഞാനും അമ്മയും നാളെ തിരിച്ചു പോകും. മതി മതി, ഇനിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാം. എല്ലാം വീട്ടിലോട്ട് നടക്കാം. അക്ക എന്നെ മன்னிച്ചിടക്ക. പോടാ, നീ എന്നോട് പൈസ വേണ്ട. അക്ക ഈ ചെല്ലല്ലേ. മര്യാദക്ക് വന്നു നീ, അല്ലെങ്കിൽ നല്ല അടി കിട്ടും നിനക്ക്. എന്നടി നിങ്ങൾ രണ്ടാളും ഈ രാത്രിയില്? തേ നോക്ക്, അവിടെ മേലെ ചെയ്യാൻ പറ്റുന്നില്ല. ഇത്ര നേരം കളിച്ചിട്ട് അങ്ങനെ പോയി കിടക്കാൻ നോക്കാം. മര്യാദക്ക് വരാൻ പറഞ്ഞ അവളോട്. അല്ലെങ്കിലും അച്ഛനാ മോളെ വഷളാക്കി വെച്ചേക്കുന്നത്. എന്നടി എല്ലാ പയ്യോ എമ്മേലെ പോട്ടെ, നിന്നെ വഷളാക്കിയത് ഞാനാണെന്നാ അക്ക പറയുന്നത്. ഇപ്പൊ നീയും തുടങ്ങിയോ? നിങ്ങളായോണ്ട് തന്നെയാ നിങ്ങൾ പറയുന്നത്. ആ മോളെ മോളെ, അച്ഛൻ വിളിക്കാം. എന്താ ഇവിടെ കുറങ്ങാറായില്ലേ? നിങ്ങൾക്ക് എപ്പോഴും വഴക്കന്നെയാണല്ലോ. ഓ എന്തിനാ ചേച്ചി ഈ വാരം വെച്ച് ഇങ്ങോട്ട് കയറിയേ? നിങ്ങൾ ഈ സംസാരം കേട്ടപ്പോ എനിക്ക് തോന്നി മോൾ ഇറങ്ങിയിട്ടില്ലാന്ന്. അപ്പൊ അവളെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ച് കയറിയതാ. നീ ഇവിടെ നിൽക്കണോ? നീ വന്നേ, മരുന്ന് കഴിക്കാനുണ്ട്. നാളെ ഡോക്ടറെ കാണിക്കാനുള്ളതല്ലേ. എൻ്റെ 5 വർഷത്തെ പരിശ്രമ ഈ വയറ്റിനുള്ളിൽ കിടക്കുന്നത്. വന്നേ വന്നേ വന്നേ. ഞാൻ ഇവർക്ക് സംസാരം കേട്ടപ്പോ ചുമ്മാ മോളെ കാണാനൊന്ന് കയറിയതാ. പക്ഷെ അപ്പോഴേക്കും മോൾ കുളിക്കാൻ പോയി. നീ വന്നേ, അവളുടെ കുളി ഇപ്പോഴും കഴിയില്ല. അത് ശരിയാ, ചേച്ചി പൊക്കോ. മാമനയുടെ കുളിപ്പിക്കാൻ കൊണ്ടിരിക്കുന്നത് അത് പുറത്തൊന്നും കഴിയില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓ കഴിഞ്ഞു അച്ഛനും മോളെയും കുളി. എന്നാ കയറി കിടക്ക്. വാ എന്റെ മോള് ചെന്തിരിയായി. വാ നമുക്കിനി കിടക്കാം. എന്റെ മോൾ ഉറങ്ങിക്കോ. ഗൗരി നീ ഉറങ്ങിയോ? എന്നെ മമ്മ ഏതാச்சுം വേണമോ? ഗൗരി നിനക്കറിയോ, എനിക്ക് 44 വയസ്സാവാൻ പോവാ. അതൊക്കെ എന്നെന്നോ? എനിക്ക് 44 വയസ്സായി. ഞാൻ കിളവനായെന്ന് തോന്നുന്നു. അതിന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല നിങ്ങൾക്ക് വയസ്സായെന്ന്. അതെന്താ എനിക്ക് തോന്നാത്തത്? നിങ്ങൾക്കിപ്പോഴും നല്ല സ്റ്റാമിനയല്ലേ, പിന്നെ ഇങ്ങനെ തോന്നാനോ? ഓ ആണോ? എന്നാ എനിക്ക് എത്ര സ്റ്റാമിന ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അയ്യടാ ഒന്ന് പോയേ. എന്നിട്ട് ഗൗരിമ്മ എന്നെ பார்த்தா പാവമല്ല. ഇല്ല, എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ബ്രഹ്മചാരി തന്നീന്നല്ലേ, ഇനി അങ്ങോട്ട് നിങ്ങൾ ബ്രഹ്മചാരിയായി നടന്നാൽ മതി. ആഹാ, ചുമ്മാ നടന്നത് എന്റെ കൺട്രോൾ കളഞ്ഞിട്ട് ഇപ്പൊ എന്നോട് ബ്രഹ്മചാരിയായി നടക്കുന്നു. ആഹാ, ഇവിടെ വാടി. വേണം മമ്മ, മോൾ എണീക്കും. വേണം ഗൗരിമ്മ, എനക്കൊന്നേ വേണം. നീ ഒച്ച ഉണ്ടാക്കാതിരുന്നാ മതി.
சுவாசமின்றி தவிக்கிறேனே உனது மூச்சில் பிழக்கிறேனே இதழ்களா நிரப்பிடவா பெண்ணே நினைவு எங்கோ நீந்தி செல்ல கனவு வந்து Yes, sir.